ചാപ്റ്റർ 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസിനെ കുറിച്ചാണ്. നമുക്ക് നോക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് ഒരു മിക്സഡ് ആയിട്ടുള്ള എക്കോണമിയാണ്. അതായത് പ്രൈവറ്റ് ആയിട്ട് ഓൺ ചെയ്ത ആളുകളുണ്ട്, ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ബിസിനസ്സുകളും ഒരുപോലെ റൺ ചെയ്യുന്ന ഒരു എക്കണോമിയാണ് ഇന്ത്യയുടെ എക്കണോമി. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് മിക്സഡ് എക്കണോമി സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഇന്ത്യൻ എക്കണോമിനെ രണ്ട് സെക്ടറായിട്ട് നമുക്ക് തിരിക്കാം, പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും. ഓക്കെ, ഒരു ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയിലാണെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്, സോഷ്യലിസ്റ്റിക് എക്കണോമിയിലാണെങ്കിൽ പബ്ലിക് സെക്ടർ ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. മിക്സഡ് എക്കണോമി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും, അതായത് ക്യാപിറ്റലിസ്റ്റിക്കും സോഷ്യലിസ്റ്റിക്കും ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന എക്കണോമിയാണ് മിക്സഡ് എക്കണോമി. ഒരു ഐഡിയ മനസ്സിലായല്ലോ. ഇന്ത്യൻ എക്കണോമി ഫോളോ ചെയ്യുന്നത് മിക്സഡ് എക്കണോമിക് സിസ്റ്റമാണ്. അതായത് ക്യാപിറ്റലിസ്റ്റും സോഷ്യലിസ്റ്റും രണ്ട് തരത്തിലുള്ള ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. ക്യാപിറ്റലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ ഡോമിനേറ്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റലിസ്റ്റിക്. സോഷ്യലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ ഡോമിനേറ്റ് ചെയ്യുന്നതാണ് സോഷ്യലിസ്റ്റിക്. ഇപ്പൊ എന്താണ് പ്രൈവറ്റ് സെക്ടർ? നിങ്ങൾക്ക് അറിയാലോ, പ്രൈവറ്റ് സെക്ടർ ജോലി ചെയ്യുന്ന ആളുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസ് എന്ന് പറയുന്നത് അത് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ പ്രൈവറ്റ് സെക്ടറിലുണ്ട്. ഇപ്പൊ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, നമ്മുടെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അതേപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, ഇതൊക്കെ നമുക്ക് പ്രൈവറ്റ് സെക്ടറിന് അണ്ടറിൽ വരുന്നതാണെന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ റിലയൻസ് ഇൻഡസ്ട്രീസ്, റിലയൻസിന്റെ ഒരുപാട് ഷോപ്പുകളൊക്കെ നിങ്ങൾ കാണാറില്ലേ, ടാറ്റ, അതേപോലെ തന്നെ ഫെഡറൽ ബാങ്ക് ഒരു പ്രൈവറ്റ് ബാങ്കാണ്. പക്ഷെ കേട്ടാൽ നമുക്ക് പബ്ലിക് ബാങ്ക് പോലെ തോന്നും അല്ലേ, പക്ഷെ പ്രൈവറ്റ് ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റികൾ, പുളിമൂട്ടിൽ സിൽക്സ്, അതൊരു എക്സാമ്പിൾ, കല്യാൺ സിൽക്സ്, ഇതൊക്കെ എന്താണ് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളാണ്. സോ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് പ്രൈവറ്റ്ലി ഓൺ ചെയ്യുന്ന, ഇൻഡിവിജ്വൽസ് ഓൺ ചെയ്യുന്ന എന്റർപ്രൈസസിനെയാണ് പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട എയിം എന്തായിരിക്കും? പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതായിരിക്കും. എന്താണ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്? പബ്ലിക് സെക്ടർ എന്റർപ്രൈസസില് ബിസിനസ് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഗവൺമെന്റ് ആയിരിക്കും. അങ്ങനെ ഗവൺമെന്റ് ഹാൻഡിൽ ചെയ്യുന്ന, ഓൺ ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന ബിസിനസ്സുകളെയാണ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെയുള്ള എന്റർപ്രൈസസ് ഒന്നെങ്കിൽ പാർഷ്യലി അല്ലെങ്കിൽ മൊത്തത്തിൽ സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റോ ഓൺ ചെയ്യുന്നതായിരിക്കും. പ്രധാനമായിട്ടും പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഫോം ചെയ്തിരിക്കുന്നത് എക്കണോമിക് ആക്ടിവിറ്റീസിൽ, ഒരു രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള പരിപാടികളിൽ ഗവൺമെന്റിനും കൂടെ ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ടാണ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് കൊണ്ടുവന്നിരിക്കുന്നത്. പല തരത്തിൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഉണ്ട്. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾക്ക് ഈ ഒരു സെഷനിൽ പഠിക്കാനുണ്ട്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്, അതേപോലെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്, അതേപോലെ ഗവൺമെന്റ് കമ്പനി, ഇത്രയും ടൈപ്സ് അല്ലെങ്കിൽ ഫോംസ് ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസുകളാണ് നമുക്ക് ഉള്ളത്. ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇന്ത്യൻ എക്കണോമിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും. പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, അതേപോലെ ജോയിന്റ് ഹിന്ദു ഫാമിലി, കോഓപ്പറേറ്റീവ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, കമ്പനീസ് ഒക്കെ. കമ്പനീനെ പ്രൈവറ്റ് ലിമിറ്റഡും പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. പബ്ലിക് സെക്ടറിന്റെ കാര്യം പറയുമ്പോഴാണ് നിങ്ങൾ പുതുമയുള്ള പേരുകൾ കേൾക്കുന്നത്. ഇതൊന്ന് അറിഞ്ഞു വെക്കുക. പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ 3 ടൈപ്സ് ആണ്: ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്, അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, അതേപോലെ ഗവൺമെന്റ് കമ്പനീസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് എന്താണെന്നുള്ളതാണ്. പബ്ലിക് സെക്ടറിന്റെ ഒരു ടൈപ്പ് ആണല്ലോ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്. ഈ 3 ടൈപ്പിൽ ഏറ്റവും പഴയ ഫോമാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്. Departmental undertakings is established as a separate full-fledged ministry or subdivision of a ministry. ഒരു ഗവൺമെന്റിന്റെ
ഒരു ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്, ആ പേര് കേൾക്കുമ്പോഴേ അറിയാലോ, ഒരു ഗവൺമെന്റിന്റെ ഒരു മിനിസ്ട്രിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും സബ് ഡിവിഷനായിട്ടോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടോ ആക്ട് ചെയ്യുന്നതിനെയാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് പബ്ലിക് ഗവൺമെന്റിന്റെ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇന്ത്യൻ റെയിൽവേ റൺ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ അണ്ടറിലാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ടെലഗ്രാഫ് സർവീസസ് ഒക്കെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെയും മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്തത്. സോ ഇത്തരത്തിൽ ഡിപ്പാർട്ട്മെന്റൽ വൈസ് വർക്ക് ചെയ്യുന്നതിനെയാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ ഒരു മിനിസ്ട്രി ആയിരിക്കും, അല്ലെങ്കിൽ ആ മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ഒരു സബ് ഡിവിഷൻ ആയിരിക്കും ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്. ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എപ്പോഴും ഇരിക്കുന്നത്. അവർ മാറി വേറൊരു ലീഗൽ എക്സിസ്റ്റൻസ് അല്ല, ഗവൺമെന്റ് തന്നെയാണ് ഈ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്നത്. ഇത് മാനേജ് ചെയ്യുന്നത് സിവിൽ സർവൻസ് ആയിരിക്കും. അവർ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ടുള്ള സിവിൽ സർവൻസ് ആയിരിക്കും മാനേജ് ചെയ്യുന്നത്, അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളല്ല ഇത് മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻസ് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഇതിന്റെ വർക്കിങ്ങും ഇതിന്റെ കാര്യങ്ങളും ഒക്കെ ആക്ടിവിറ്റീസും ഒക്കെ മൊത്തത്തിൽ പാർലമെന്റ് ഡിസ്കസ് ചെയ്ത് മിനിസ്റ്ററിന്റെ അണ്ടറിലായിരിക്കും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് ഫോമിലായിരിക്കും മിക്കപ്പോഴും തുടങ്ങുക. ഇപ്പൊ ഡിഫൻസ്, ടെലികമ്മ്യൂണിക്കേഷൻ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്, ഇതൊക്കെ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന്റെ അണ്ടറിൽ വരുന്നവയാണ്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാഫ്, അതേപോലെ ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ, ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് ആണ്. അതായത് മിനിസ്ട്രി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. നിങ്ങൾ ഇതൊക്കെ വളരെ ഫെമിലിയർ ആണല്ലോ, നിങ്ങൾക്ക് ദൂരദർശനൊക്കെ ഫെമിലിയർ അല്ലേ. ഇന്ത്യൻ റെയിൽവേ ഓർത്താൽ മതി. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ അണ്ടറിൽ വരുന്നതാണ് ഇന്ത്യൻ റെയിൽവേ. സോ അത് ഒരു ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് ആണ്, ടൈപ്പ് ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസ്. ഇനി എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഒന്നാമത്തെ ഫീച്ചർ ആണ് ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ ഗവൺമെന്റിന്റെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഗവൺമെന്റിന്റെ ഡയറക്ട്ലി ഉള്ള ഇടപെടലുകളുള്ള പാർട്ടാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്നത്. 2, ഇത് ഫുള്ളി ഗവൺമെന്റ് കൺട്രോൾ ആയിരിക്കും. ഇതിന്റെ ആക്ടിവിറ്റീസ് മൊത്തം ക്യാരി ഓൺ ചെയ്യുന്നത് ഗവൺമെന്റ് ഡയറക്ട്ലി ആയിരിക്കും. സോ ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിലൊക്കെ പാർലമെന്റിൽ ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് കിട്ടും. 3, സ്റ്റാറ്റസ് ഓഫ് എംപ്ലോയീസ്. ഇത്തരത്തിൽ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടും 100% ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കും. സോ അവർക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സ് കിട്ടും. റിക്രൂട്ട്മെന്റ്സും അപ്പോയിന്റ്മെന്റ്സും അവരുടെ കണ്ടീഷൻസും ഒക്കെ ചെയ്യുന്നത് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും. നെക്സ്റ്റ് ഫീച്ചറാണ് ഗവൺമെന്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിൽ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ക്യാരി ഓൺ ചെയ്യാനും ഇതിന്റെ ഫിനാൻസ് ഒക്കെ ആനുവൽ ബഡ്ജറ്റിൽ ഇപ്പൊ റെയിൽവേ ബഡ്ജറ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പൊ പാർലമെന്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അസംബ്ലിയിലൊക്കെ ഇവർ ബഡ്ജറ്റ് വെക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന് ഒരു പർട്ടിക്കുലർ ബഡ്ജറ്റ് കൊടുക്കുകയും അവർക്ക് അതിനനുസരിച്ചുള്ള ഫണ്ട് കിട്ടുകയും റവന്യൂ അനുസരിച്ച് ഓരോ ട്രഷറിയിലേക്ക് ഫണ്ട് പെയ്ഡ് ചെയ്യുകയും ചെയ്യും. അതേപോലെ നെക്സ്റ്റ് ഫീച്ചറാണ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് എന്നുള്ളത്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് ഒരു ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി അല്ല, അത് എപ്പോഴും ഒരു പാർട്ട് ഓഫ് ഒരു ഫോം ഓഫ് ഗവൺമെന്റ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നവയാണ്. So there is no separate legal existence for departmental undertakings. It is the part of government, directly government, including the activities of departmental undertakings. Government is responsible for that. Okay. Next ആണ് sovereign immunity എന്ന് പറയുന്നത്. Departmental undertakings enjoys sovereign immunity. അതായത് ഗവൺമെന്റിന്റെ കൺസെന്റ് ഇല്ലാതെ അതിനെതിരെ നമുക്ക് സ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്ത് ഒരു കാര്യം ചെയ്യാനോ നമുക്ക് സാധിക്കത്തില്ല. ഒരു ഇന്റർഫിയറൻസും ഉണ്ടാവത്തില്ല പ്രൈവറ്റ്ലി ഉള്ള ആളുകളുടെ. അതായത് കംപ്ലീറ്റ് ആയിട്ടും പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടുള്ള പബ്ലിക് സർവൻസ് ക്യാരി ഓൺ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കും ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിൽ നടക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കത്തില്ല. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ഫീച്ചർ. നോ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്. എല്ലാ ക്യാപിറ്റലും
ആ ഓർഗനൈസേഷനിലോട്ട് വേണ്ട മുഴുവൻ ക്യാപിറ്റലും മുഴുവൻ ഫണ്ടും ആരാണ് കൊണ്ടുവരുന്നത്? ഗവൺമെന്റ് ആണ് കൊണ്ടുവരുന്നത്. പ്രൈവറ്റ് എന്റർപ്രൈസസിന് അങ്ങോട്ട് വരാനോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരാനോ ഒന്നും അവർ അലൗഡ് അല്ല. സോ ദർ ഈസ് നോ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് എന്നുള്ളതാണ്. ഒന്നാമതാണ് ഈസി ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വേറെ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ ഫോം ചെയ്യാൻ പറ്റും ഒരു ഡിപ്പാർട്ട്മെന്റ്. അതായത് അത് മിനിസ്ട്രി ഓഫ് ഗവൺമെന്റ് പർട്ടിക്കുലർ മിനിസ്ട്രി തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ പെട്ടെന്ന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്യാനായിട്ടും അധികം ലീഗൽ ഫോർമാലിറ്റീസ് ഇല്ലാതെ ക്യാരി ഓൺ ചെയ്യാനായിട്ടും സാധിക്കും. രണ്ടാമത് ഗവൺമെന്റ് കൺട്രോൾ. അതായത് ഇത് ടോട്ടലി ഗവൺമെന്റ് കൺട്രോളിലാണ് ഇത് ഓടുന്നത്. അപ്പോൾ ഗവൺമെന്റിന് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കുമല്ലോ അവർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ പോളിസീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അവർക്ക് ഡയറക്റ്റ്ലി ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരിക്കൽ കൂടി കിട്ടുകയാണ് ചെയ്യുന്നത്. തേർഡ് വണ്ണാണ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഫുള്ളി ഇത് ഓൺ ചെയ്യുന്നത് ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസിനൊക്കെ ഗവൺമെന്റ് ആൻസറബിൾ ആണ്. പാർലമെന്റിലെ ക്വസ്റ്റ്യൻസ് വരും, അവരിതിനൊക്കെ ആൻസർ ചെയ്യണം, കൃത്യമായിട്ടുള്ള അലേർട്ട് കൊടുക്കണം, എല്ലാ കൺട്രോളും ചെയ്യേണ്ടത് ഗവൺമെന്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അവർ പബ്ലിക്കിന്റെ അടുത്ത് അവർ ആൻസറബിൾ ആണ്. നെക്സ്റ്റ് വണ്ണാണ് സീക്രസി. ഇപ്പോൾ നാഷണൽ സെക്യൂരിറ്റി ഒക്കെ വേണം എന്നുള്ളൊരു കേസാണെങ്കിൽ സീക്രസി അവർ മസ്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ്സിന്റെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആക്കി പുറത്തേക്ക് വിടില്ല. അവരൊരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. എസ്പെഷ്യലി ഡിഫൻസിലൊക്കെ ഭയങ്കര സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ത്വര ആണ് കാണുന്നത്. സോ അതാണ് നെക്സ്റ്റ് അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വൺ ഈസ് പ്രോപ്പർ യൂസ് ഓഫ് മണി. പബ്ലിക് മണി മിസ്യൂസ് ചെയ്യപ്പെടാതെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ ഡിപ്പാർട്ട്മെന്റ്സും അണ്ടർടേക്കിങ്സും ഫോം ചെയ്യാനും സ്ട്രിക്റ്റ് ആയിട്ട് അവർക്ക് ബജറ്റ് കൊടുക്കാനും അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള അക്കൗണ്ടിങ്സും ഓഡിറ്റ് കൺട്രോൾസും നടത്താനും ഒക്കെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് ഫോം ചെയ്യുന്നതോടുകൂടി സഹായിക്കും. സോ അത് നല്ലൊരു രീതിയിൽ പബ്ലിക്കിന്റെ മണി യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് റവന്യൂ. റവന്യൂ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഏൺ ചെയ്യാറുണ്ട്. അത് ഗവൺമെന്റിന്റെ ഒരു ഇൻകം ആയിട്ട് കണക്കാക്കും. അത് ഡയറക്റ്റ്ലി ഗവൺമെന്റ് ട്രഷറിയിലേക്ക് പോവുകയും ജനാധിപത്യമായിട്ടുള്ള രീതിയിൽ ആളുകൾക്ക് വേണ്ടിയിട്ട് അത് റീയൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. അതാണ് റവന്യൂ എന്ന് പറയുന്ന അഡ്വാൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്. എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് ഫോം ആവുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ? ഒന്ന്, പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ്. അതായത് ഇത് മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ മിനിസ്റ്ററിന് അണ്ടറിൽ വരുന്ന മിനിസ്ട്രി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കും. സോ ഇപ്പൊ മിനിസ്റ്റർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റിനനുസരിച്ചായിരിക്കത്തില്ലേ അവരുടെ പാർട്ടി ഫോം ചെയ്യുകയും അവരുടെ പാർട്ടി മുന്നോട്ട് പോവുകയും ചെയ്യുകയുള്ളൂ. സോ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ വരാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. രണ്ട്, ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന്റെ ഫങ്ഷൻസ് നടക്കുന്നത് സ്ട്രിക്റ്റ് ആയിട്ടും ഗവൺമെന്റിന്റെ പോളിസി വെച്ചിട്ടും പാർലമെന്റിന്റെ കൺട്രോളിലുമായിരിക്കും. സോ അവിടെ നമുക്ക് നമ്മുടെ ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്ന് കുറെ ഇന്നോവേറ്റീവ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നൊന്നും തീരുമാനിക്കാനായിട്ട് സാധിക്കത്തില്ല. ഫ്ലെക്സിബിലിറ്റി നല്ല രീതിയിൽ ഉണ്ടെങ്കിലേ നല്ല ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. സോ ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി വിൽ അഫക്ട് ദ സ്കോപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്. അതാണ് ഇവിടെ പറയുന്ന ഡിസഡ്വാൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഇൻഎഫിഷ്യന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് സിവിൽ സർവൻസ് അല്ലെങ്കിൽ ഒഫീഷ്യൽസ് ആണ് ഇത് മാനേജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഈ സിവിൽ സർവൻസിന് ബിസിനസ് നടത്തി പരിചയം കാണോ? ഒരു ബിസിനസ്മാൻ നടത്തുന്നത് പോലെ അല്ലെങ്കിൽ ഒരു MBA പഠിച്ച് അല്ലെങ്കിൽ വളരെ പ്രൊഫഷണൽ ആയിട്ട് മാനേജിങ് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ല ഒരു സിവിൽ സർവന്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ഈ ജോലി ചെയ്യുന്നത്. അവർക്ക് അതിന്റെ പ്രൊഫഷണൽ സ്കിൽസ് ഉണ്ടാവണമെന്നില്ല. സോ മാനേജ്മെന്റ് പ്രോബബിളി ഇൻഎഫിഷ്യന്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ് റിട്ടാപ്പിസം എന്ന് പറയുന്നത്. അതായത് ചുവന്ന നാടയുടെ കുരുക്കിൽ കിടക്കുക എന്ന് പറയും. അതായത് എപ്പോഴും എക്സസീവ് ആയിട്ടുള്ള കൺട്രോൾ വരുമ്പോൾ, ഭയങ്കരമായിട്ടുള്ള ഗവൺമെന്റിന്റെ കൺട്രോൾ വരുമ്പം ഇതിങ്ങനെ കുരുങ്ങിക്കിടക്കും. ഒരു ഡിസിഷൻസും പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് സാധിക്കത്തില്ല.
പൊളിറ്റിക്കലി ഉള്ള കൺസിഡറേഷൻ ചെയ്യേണ്ടി വരും, സൊസൈറ്റി മൊത്തത്തിൽ നോക്കേണ്ടി വരും, ഇത് അവരെ അഫക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഇത് വലിയ വലിയ ആളുകളെ അഫക്റ്റ് ചെയ്യുമോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും പ്രോബബിലി കാര്യങ്ങൾ തീരുമാനിക്കുക. സോ റെഡ്ടേപ്പിസം ഈസ് ഓൾസോ എ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്. നെക്സ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന് പ്രത്യേകിച്ച് ഫണ്ട് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ഫ്രീഡം ഇല്ല. ഇതിന്റെ ഏർണിങ്സ് ഒക്കെ ഡയറക്ട്ലി ഗവൺമെന്റിന്റെ ട്രഷറിയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രോബ്ലം ഓൾവേസ് ഇവിടെ കാണാൻ പറ്റും. ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ് വളരെയധികം കുറവായിരിക്കും ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന്. നെക്സ്റ്റ് വൺ ആണ് ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് മൊണോപ്പൊളി ഫോളോ ചെയ്യാനുള്ള ഒരു കാര്യം ചിലപ്പോൾ കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം ഗവൺമെന്റ് ഇപ്പൊ ഇന്ത്യൻ റെയിൽവേ അതിലൊരു പ്രൈവറ്റ് ആയിട്ട് ആരും ഇല്ല, അവർക്കൊരു കോമ്പറ്റീഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗ്രോത്ത് ഭയങ്കര കുറവാണ്. അവരിങ്ങനെ ഒരു ഇൻകോമ്പറ്റന്റ് ആയിട്ട് ഇങ്ങനെ ഒരേ രീതിയിൽ പൊക്കോണ്ടിരിക്കും. ഡെവലപ്മെന്റ്സ് വളരെ പതുക്കെ കാണുള്ളൂ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഓൾട്ടറേഷൻസ് ചെയ്യത്തില്ല. അപ്പൊ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് എപ്പോഴും മൊണോപ്പൊളി എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫീൽഡിൽ. സോ അത് ഇങ്ങനെ ഇത്തരത്തിലുള്ള കോമ്പറ്റീഷന്റെ കുറവ് കൊണ്ടാണ്. ഇനി സ്യൂട്ടബിലിറ്റി നോക്കാം. ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഏതൊക്കെ കേസിലാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? അതായത് ഈ പബ്ലിക് ലിമിറ്റഡില്, പബ്ലിക് എന്റർപ്രൈസിൽ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്, ഒന്നാമത്തെ കാര്യം അറ്റ്മോസ്റ്റ് സീക്രസി വേണ്ട കാര്യങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിങ്സ് ചെയ്യാം. അതായത് ഡിഫൻസ്, അറ്റോമിക് എനർജി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. പിന്നെ ആബ്സല്യൂട്ട് ആയിട്ട് ഗവൺമെന്റിന്റെ കൺട്രോൾ വേണ്ട കാര്യങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ, ബ്രോഡ്കാസ്റ്റിംഗ്, പബ്ലിക് യൂട്ടിലിറ്റീസ്, ഇതിനൊക്കെ ഗവൺമെന്റിന്റെ കൺട്രോൾ വേണം. നെക്സ്റ്റ് വൺ, പ്രൈവറ്റ് സെക്ടറിന് അണേബിൾ ആയിട്ടിരിക്കുന്ന ഒരുപാട് ക്യാപിറ്റൽ വേണ്ട ചില ഷിപ്പ് ബിൽഡിങ്ങിനൊക്കെ പ്രൈവറ്റിന് പറ്റണമെന്നില്ല. അതൊക്കെ ഗവൺമെന്റിന് ഡയറക്ട്ലി ഒത്തിരി ഫണ്ട് കിട്ടി അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾക്കാണ് കൂടുതലും ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരെണ്ണം കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് കൺട്രോൾ വേണ്ട പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് ആണ് ഗുണമായിട്ടുള്ളത്. ഇത്തരത്തിൽ 4 സിറ്റുവേഷൻസ് ആണ് ഇതിന്റെ സ്യൂട്ടബിലിറ്റിയെ കുറിച്ച് പറയുന്നത്. സോ ഇത്രയുമാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് മെൻഷൻ ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻസ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറയുന്നത്? ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ ഏതെങ്കിലും ഒരു ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ ആക്ട് പ്രകാരമായിരിക്കും എന്താണ് ആ പർട്ടിക്കുലർ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ ഒബ്ജക്റ്റീവ്സ്, എന്താണ് അതിന്റെ പവർ, ഫങ്ഷൻസ് എന്നൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് പോലെയല്ല. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിന് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ല എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന് ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. അത് ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് എടുക്കുന്നത്. ഇവിടെ ഈ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസിന് അതിന്റെ സ്വന്തം പേരിൽ ബിസിനസ് തുടങ്ങാനും കൂടുതൽ കോൺട്രാക്ട്സുകൾ ഉണ്ടാക്കാനും കൂടുതൽ രീതിയിൽ പ്രോപ്പർട്ടി സെൽ ചെയ്യാനും അക്വയർ ചെയ്യാനും ഒക്കെ പറ്റും. ഇതൊരു ഓട്ടോണമസ് ബോഡി ആയിട്ടാണ്, സ്വയം ഭരണ ബോഡി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് ഫുള്ളി ഫിനാൻസ് ചെയ്യപ്പെടുന്നത്, ഇതിന് വേണ്ട പണം കൊടുക്കുന്നത് ഗവൺമെന്റ് ആയിരിക്കും. പബ്ലിക് കോർപ്പറേഷൻ ആണ് പബ്ലിക് കോർപ്പറേഷൻ ഇത് മാനേജ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കേൾക്കുമ്പോൾ LIC ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്, SBI ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. SBIന്റെ ഡയറക്ടേഴ്സിനൊക്കെ നിയമിക്കുന്നത് ഗവൺമെന്റ് ആണ്. അതുപോലെ ONGC, എയർ ഇന്ത്യ, സെൻട്രൽ വെയർ ഹൗസിംഗ്, KSRTC, RBI ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ആണ്. എന്തൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. 1, ഫോർമേഷൻ. അതായത് ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആക്ട് പ്രകാരമായിരിക്കും ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ഫോം ചെയ്തിട്ടുണ്ടാവുക. പാർലമെന്റിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലും ഒക്കെ പാസ്സാക്കിയിട്ടുള്ള ആക്ട്. ഈ ആക്ടിലായിരിക്കും ഏത് തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണ്, പവേഴ്സ്, ഡ്യൂട്ടീസ് ആണ് ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഉള്ളത് എന്ന് തീരുമാനിക്കുന്നത്. 2, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇതിനൊരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഗവൺമെന്റിന്റെ ഒരു പാർട്ട് എന്നുള്ളതിലല്ലാതെ ഇതിനൊരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്. ഇവർക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി കാണും, കോൺട്രാക്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യാം, അവർക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാം, സെല് ചെയ്യാം, എന്ത് വേണമെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും.
നെക്സ്റ്റ് വണ്ണാണ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ ഓണർഷിപ്പ് കംപ്ലീറ്റ്ലി ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. പക്ഷേ മാനേജ്മെന്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ഇതിനെ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് ഗവൺമെന്റ് ആണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് വളരെയധികം കമ്പാരിറ്റീവ്ലി കുറവാണ് ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനിൽ. സ്റ്റാറ്റസ് ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന് അതിന്റെ തന്നെ സ്റ്റാഫാണ് ഉണ്ടായിരിക്കുക. അല്ലാതെ ഗവൺമെന്റ് ആയിട്ട് ഡയറക്ട്ലി കൊടുക്കുന്ന സ്റ്റാഫ് അല്ല, ഇവരുടെ സ്റ്റാഫിനെ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവരുടെ അപ്പോയിന്റ്മെന്റ്സും റെമ്യൂണറേഷനും സർവീസ് കണ്ടീഷൻസും ഒക്കെ ആ ഒരു കോർപ്പറേഷൻ ആയിരിക്കും തീരുമാനിക്കുന്നത്. ഡയറക്ട്ലി ഉള്ള ഗവൺമെന്റ് സർവൻസ് അല്ല ഇവിടെ ഉള്ളത്, പക്ഷെ ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള കമ്പനികളാണ് അത്. നെക്സ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ ഓട്ടോണമി എന്ന് പറയുന്നത്. ഒരു പബ്ലിക് കോർപ്പറേഷന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആണുള്ളത്. അത് ഒരു ഓട്ടോണമിക്സ് ബോഡി ആണെന്ന് നമ്മൾ പഠിച്ചു. ഇതിന്റെ ഏർണിങ്സ് ഒക്കെ ഇവർക്ക് തന്നെ എടുക്കാം. ഇവർക്ക് മണി പബ്ലിക്കില് ബോറോ ചെയ്യാം. ഇൻഡിപെൻഡന്റ് ഫിനാൻഷ്യൽ പോളിസികൾ കൊണ്ടുവരാം. നെക്സ്റ്റ് വൺ ആണ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇവർ ഏത് തരത്തിലുള്ള ഫണ്ട് കളക്ട് ചെയ്തെടുത്താലും ഇവരുടെ അക്കൗണ്ടുകളെല്ലാം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ചെക്ക് ചെയ്യുകയും ഓഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഓഡിറ്റ് ചെയ്യുമ്പോൾ പബ്ലിക് അക്കൗണ്ടബിലിറ്റി അവർക്ക് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഫീച്ചർ ആണ് ബോറോയിങ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഇവരൊരു ഇൻഡിപെൻഡന്റ് ബോഡി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനുകൾക്ക് ഫണ്ട് ബോറോ ചെയ്യാനായിട്ട് സാധിക്കും. ഗവൺമെന്റിന്റെ ഫണ്ട് ബോറോ ചെയ്യാനായിട്ട് സാധിക്കും. പബ്ലിക്കിൽ നിന്ന് ഫണ്ട് ബോറോ ചെയ്യാനായിട്ട് സാധിക്കും. ഒബ്ജക്റ്റീവ്സ് മിക്കവാറും ഇങ്ങനെയുള്ളതിന്റെ മോസ്റ്റ് ഓഫ് ദി കേസിലും പ്രോഫിറ്റ് തന്നെയാണ് ഒബ്ജക്റ്റീവ്സ്. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള, അതായത് വാണിജ്യപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും പ്രധാനമായിട്ടും നടക്കുക. ഇനി എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഫ്രീ ഫ്രം ഗവൺമെന്റ് കൺട്രോൾ. ഇവർ ഓട്ടോണമസ് ബോഡി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ ഗവൺമെന്റിന്റെ ഡയറക്റ്റ് കൺട്രോൾ ഇവർക്ക് ഉണ്ടായിരിക്കത്തില്ല. ഇവർ വളരെ അധികം ഓപ്പറേഷണൽ ഫ്രീഡം എൻജോയ് ചെയ്യുന്ന, ഗ്രേറ്റർ ഡിഗ്രിയിൽ അവർക്ക് സ്വന്തമായിട്ട് സ്വയം വിഹരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഓപ്ഷൻസ് ഉള്ള കമ്പനികളാണ്, കോർപ്പറേഷനുകളാണ് പബ്ലിക് കോർപ്പറേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ക്വിക്ക് ഡിസിഷൻ. ഇവര് ഓട്ടോണമസ് ബോഡി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ക്വിക്ക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാം. വളരെ ഈസിലി എല്ലാ ആക്ഷൻസും ചെയ്യാനായിട്ടും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ കാര്യത്തിലും ഗവൺമെന്റിന്റെ പെർമിഷൻ എടുക്കുക എന്നുള്ള ഒരു സംഭവം ഇല്ല. അവർ ഇൻഡിവിജ്വൽ ആയിട്ടാണ് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്. നെക്സ്റ്റ് വൺ, മോട്ടിവേറ്റഡ് സ്റ്റാഫ്. സ്റ്റാഫിന് കൊടുക്കുന്നത് വളരെ അധികം ഗുഡ് സാലറിയും നല്ല സർവീസ് കണ്ടീഷൻസും ആയിരിക്കും. സോ ഇങ്ങനെയുള്ള നല്ല കണ്ടീഷൻസ് അവർക്ക് കൊടുക്കുമ്പം അവർ വളരെ അടിപൊളിയായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. നെക്സ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. പബ്ലിക് കോർപ്പറേഷൻ എപ്പോഴും ഫിനാൻഷ്യൽ ഓട്ടോണമി എൻജോയ് ചെയ്യുന്നതും അവർക്ക് ബോറോ ചെയ്യാനും ഡെപ്പോസിറ്റ് ചെയ്യാനും അത്തരത്തിലുള്ള ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. അതുവഴി അവർക്ക് ആ റവന്യൂ, അവരുടെ റവന്യൂ അവർക്ക് വേണ്ടി തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ആണ് പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ കേസിൽ, ഇങ്ങനെയുള്ള സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനുള്ള കേസിൽ ടോപ്പ് മാനേജ്മെന്റ് ഗവൺമെന്റിന്റെ അതോറിറ്റി പോലെ തന്നെ ആക്ട് ചെയ്യുന്നവയാണ്. ഗവൺമെന്റിന്റെ അതോറിറ്റി ബേസിക് പോളിസീസും ഒക്കെ നോക്കി എഫിഷ്യന്റ് ആയിട്ട് ആക്ട് ചെയ്യണം. അവരാണ് ശരിക്കും സൊസൈറ്റിയുടെ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യുന്ന ആളുകൾ. ഓക്കെ, സോ ഇത്രയാണ് അഡ്വാൻറ്റേജസ്. ഇനി നമ്മൾ നോക്കുന്നത് ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന്, തിയറിറ്റിക്കൽ ഓട്ടോണമി. ഓട്ടോണമി ആണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാലും അത് പേപ്പറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെന്നാണ് ഇവിടെ പറയുന്നത്. അവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ പൊളിറ്റീഷ്യൻസിന്റെ ഇന്റർഫിയറൻസ് ഉണ്ടാവും, ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസും അവിടെ വരും. തിയറിറ്റിക്കലായിട്ട് മാത്രം ഓട്ടോണമി ആണ് എന്ന് പറയപ്പെടുന്നു. നെക്സ്റ്റ് വൺ ആണ് റിജിഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സും പവേഴ്സും ഒക്കെ ഇവർക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ എപ്പോഴും പ്രോപ്പറായിട്ട് ആക്ടുകൾ അമെൻഡ് ചെയ്യത്തില്ല. അമെൻമെന്റ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഓൾറെഡി ഉള്ള ലോ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തവർക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് വൺ, നോമിനേറ്റഡ് ബോർഡാണ്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഡയറക്ട്ലി അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ മിക്കവാറും ഇതിനൊരു നോമിനേറ്റഡ് ബോർഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. Quite often, civil servants who do not possess required skills and experience in the management are appointed. നമ്മൾ തൊട്ട് മുമ്പ് ഡിപ്പാർട്ട്മെന്റ് കണ്ടക്ട്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സിവിൽ സർവൻസോ ടോപ്പ് ഒഫീഷ്യൽസോ ഇവിടെ ജോലിക്കായിട്ട് അവരെ നോമിനേറ്റ് ചെയ്യപ്പെടുമ്പം, ഡയറക്റ്റ് ടോപ്പ് മാനേജ്മെന്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുമ്പം അത് അവർ പ്രോപ്പറായിട്ട് ചെയ്യണമെന്നില്ല, അവർ എഫിഷ്യന്റ് ആവണമെന്ന് ഉറപ്പില്ല.
നെക്സ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ ബർഡൻ. ഒരു പബ്ലിക് കോർപ്പറേഷന് ലോസസ് വന്നാൽ ഗവൺമെന്റ് സബ്സിഡീസ് കൊടുക്കും, കുറച്ചൊക്കെ ലോസ് ക്യാരി ഓൺ ചെയ്യും. പക്ഷേ അത് ശരിക്കും ഗവൺമെന്റിന് ഒരു വലിയ ബേർഡൻ ആയിട്ട് വരും. ഇപ്പം SBI അല്ലെങ്കിൽ LIC പോലെയുള്ള ഒരു ഫേമിന് വലിയ നഷ്ടമുണ്ടായി കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യേണ്ട ഒരു കേസാണ്. അപ്പോൾ ഗവൺമെന്റ് അവിടെ ഹെൽപ്പ് ചെയ്യും, പക്ഷേ ഗവൺമെന്റിന് അതൊരു ബേർഡൻ അല്ലേ. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് വൺ ആണ് ഇഗ്നോർ കൊമേഴ്ഷ്യൽ പ്രിൻസിപ്പിൾസ്. പബ്ലിക് കോർപ്പറേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് പബ്ലിക് ഇൻട്രസ്റ്റിനെ സെർവ് ചെയ്യാനും ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് മാത്രമല്ല. പബ്ലിക് സർവീസിന് പബ്ലിക് ഇൻട്രസ്റ്റിനനുസരിച്ച് പ്രവർത്തിക്കണം. പക്ഷേ ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസിനെ സംടൈംസ് കൊമേഴ്ഷ്യൽ പ്രിൻസിപ്പിൾസ് ഇഗ്നോർ ചെയ്ത് ഇവർ ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് പോകാറുണ്ട്. സോ ഇത്തരത്തിൽ ഇഗ്നോർ കൊമേഴ്ഷ്യൽ പ്രിൻസിപ്പിൾസ് ആണ് ലാസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്.